ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കല്യാണി പ്രിയദർശനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ റിയൽ നെയിം നോക്കുകയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ എന്ന് തന്നെയാണ് റിയൽ നെയിം. ഏജ് നോക്കുകയാണെങ്കിൽ 1992 ഏപ്രിൽ 5-നാണ് ജനനം. 2024 ഏജ് 32 വയസ്സാണ്. പ്ലേസ് നോക്കുകയാണെങ്കിൽ ചെന്നൈയാണ്. പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ ആക്ട്രസ് എന്നതിലുപരി മോഡലും കൂടിയാണ്. ഫാമിലിയിലേക്ക് വരുമ്പോൾ ഡയറക്ടറായ പ്രിയദർശൻ്റെയും ആക്ട്രസ്സായ ലിസിയുടെയും മകളാണ് കല്യാണി. സിദ്ധാർത്ഥ് എന്നാണ് കല്യാണിയുടെ സഹോദരൻ്റെ പേര്. ഇനി എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ചെന്നൈയിലുള്ള ലേഡി അണ്ടാൽ വെങ്കടസുബ്ബറാവു സ്കൂളിൽ നിന്നും സ്കൂൾ പഠനം പൂർത്തിയാക്കിയ കല്യാണി പിന്നീട് ന്യൂയോർക്കിലുള്ള പാഴ്സൺ സ്കൂൾ ഓഫ് ഡിസൈനിൽ നിന്നും ആർക്കിടെക്ചർ ഡിസൈനിങ്ങിൽ ഗ്രാജുവേഷനും സ്വന്തമാക്കി. ഇനി കരിയർ നോക്കുകയാണെങ്കിൽ 2013 പുറത്തിറങ്ങിയ ക്രിസ് 3-യിൽ അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന നിലയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടാണ് കല്യാണി തൻ്റെ ഫിലിം കരിയർ ആരംഭിക്കുന്നത്. ആദ്യ തെലുങ്ക് ഫിലിം നോക്കുകയാണെങ്കിൽ 2017 പുറത്തിറങ്ങിയ ഹലോ ആണ്. 2019 പുറത്തിറങ്ങിയ ഹീറോ ആണ് ആദ്യ തമിഴ് ഫിലിം. ആദ്യ മലയാളം ഫിലിം നോക്കുകയാണെങ്കിൽ 2020 പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയാണ്. പിന്നീട് ഹൃദയം, ശേഷം മൈക്കിൾ ഫാത്തിമ, തല്ലുമാല, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളിലും കല്യാണി അഭിനയിച്ചിട്ടുണ്ട്. ഇനി അവാർഡ്സ് നോക്കുകയാണെങ്കിൽ ഫിലിം ഫെയർ അവാർഡ്സ്, സൈമ അവാർഡ്സ്, അപ്സര അവാർഡ്സ് എന്നിവ കല്യാണി സ്വന്തമാക്കിയിട്ടുണ്ട്. ഹോബീസ് നോക്കുകയാണെങ്കിൽ ഡാൻസിങ്ങും ട്രാവലിങ്ങുമാണ് മെയിൻ ഹോബീസ്. ഇൻസ്റ്റാഗ്രാമിൽ 385 പോസ്റ്റുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും പോസ്റ്റുകളിൽ നിന്നും 54 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് കല്യാണിക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. 760 ഫോളോ ചെയ്യുന്നുമുണ്ട്. ഫേസ്ബുക്കിലാകട്ടെ 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതേപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു.